ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹീലിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്താണ് ഇമോഷണൽ വോൺസ്, മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേറ്റിട്ടുള്ള ചില മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങൾ, സയൻസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ലൈഫിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺസ് വരുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ആളുകൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ബ്ലോക്കേജ്, സമാധാനവും സന്തോഷവും സ്നേഹവും മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഏറ്റവും വലിയ ബ്ലോക്കേജ് എന്ന് പറയുന്നത് പുറമേയുള്ള കാര്യങ്ങളല്ല, അവരുടെ ഉള്ളിൽ അവർ വഹിച്ചുകൊണ്ട് നടക്കുന്ന വേദനകളാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനി നിങ്ങൾക്കതിനുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എക്സാക്ട്ലി എന്താണ് ഹീൽ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനെയാണ് ഹീൽ ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ഐഡിയ അല്ല, നിങ്ങൾ ഓരോ ദിവസവും ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. എന്താണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും ഹീൽ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അതിൽ അനുഭവമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്തോളുക. ഓക്കെ, സോ ആളുകൾ പറയും എനിക്ക് ഹീൽ ചെയ്യണം, പക്ഷേ എന്താണ് എക്സാക്ട്ലി ഹീൽ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു വാല്യൂ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹീൽ ചെയ്യേണ്ടത് അതാണ്, നിങ്ങളുടെ സെൽഫ് വർത്ത്. നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു വൂണ്ടെന്ന് പറയുന്നത് ആളുകൾ സ്വയം കൊണ്ടു നടക്കുന്ന ഒരു വിലയാണ്. ഞാൻ ഒന്നിനും കൊള്ളില്ല, എൻ്റെ മനസ്സിലേറ്റുള്ള മുറിവുകൾ എൻ്റെ ജീവിതത്തെ മൊത്തം ബാധിക്കും, അല്ലെങ്കിൽ എനിക്ക് നടന്ന ഈ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ, അതൊരു മിഥ്യാധാരണയാണ്. ഈ ഒരു വൂൺസ് അല്ലെങ്കിൽ ഈ ഒരു ചിന്തകൾ നിങ്ങളുടെ ബന്ധങ്ങളെയും നിങ്ങളുടെ കോൺഫിഡൻസിനെയും നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെയും ഈവൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ പോലും എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഒട്ടും അർഹയല്ല അല്ലെങ്കിൽ അർഹനല്ല എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകളിങ്ങനെ സ്നേഹം, നല്ല ആളുകൾ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ആളുകൾ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെ ഓർത്ത് വിഷമിക്കും. എന്നിട്ട് നല്ല ആളുകൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, അൺകംഫർട്ടബിൾ ആയിട്ട് മാറും അവർ. ഓക്കെ, ആളുകൾക്ക് സക്സസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്, അത് വേണം. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പേടിച്ച് പിന്മാറും. ഇതൊന്നും മടിയായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് സെൽഫ് വർത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റിജക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള സന്ദർഭങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേദനകളാണ്. സ്റ്റിൽ ഇപ്പോഴും അഡൾട്ട് ആയതിനു ശേഷവും വലിയ ആളുകളായതിനു ശേഷവും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള പല മുറിവുകളും, ഇങ്ങനെയുള്ള റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഒഴിവാക്കിയിട്ടുള്ള, നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള, ഇമോഷണലി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വേദനകളായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആളുകളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ പേടി കൊണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക, ഇമോഷണലി ആങ്ഷ്യസ് ആവുക, വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, ഇതൊക്കെ ഈ ചെറുപ്പത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം. സോ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ, ഒഴിവാക്കലുകളൊക്കെ സ്റ്റിൽ ഇപ്പോഴും ആളുകളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ്. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യണം. ഓക്കെ, അതായത് ചൈൽഡ്ഹുഡിലല്ലാതെ വലുതാവുന്ന സമയത്തും അല്ലെങ്കിൽ വലുതായതിനു ശേഷവും, നിങ്ങളൊരു മെച്വർ പേഴ്സൺ ആയതിനു ശേഷവും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യണം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നെഗറ്റീവ് ബിലീവ്സ് ആണ്. അതായത് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള ബിലീവ്സ്. അതായത് പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളും കാരണം നിങ്ങൾ ചില വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കാനായിട്ടാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓരോരോ വിശ്വാസങ്ങൾ കാണും. അത് നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യും.
അങ്ങനെയുള്ള വിശ്വാസങ്ങളെ ഒന്ന് പൊളിച്ചെഴുതുക എന്നുള്ളതാണ് അടുത്തത്. ഒരാൾക്കാരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എപ്പോഴും തോറ്റുപോകും, എനിക്ക് ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന സ്ഥിരം ഡയലോഗുകളാണ്. ഓക്കെ. അപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ബിലീവ്സിന് ഒരു ഹീലിംഗ് വേണം. അവരെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങൾക്ക് ഹീലിംഗ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇന്നർ റിയാലിറ്റി ആയിട്ട് ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നർ റിയാലിറ്റി ആവുകയാണ്. അത് നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചു പോയി. പിന്നീട് സന്തോഷമുള്ളൊരു അനുഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ തന്നെ സമ്മതിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് ചാടി പുറത്ത് കടക്കും. ഓക്കെ. നാലാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ സപ്രഷനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും ചെറുപ്പത്തിൽ തൊട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഇത്. നമ്മളുടെ സ്വന്തം ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ടി വരിക, ഒളിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ ചെറുപ്പത്തിൽ തൊട്ടേ അങ്ങനെ ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനെ ഒരു തടയിട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല, വിഷമം വന്നാൽ നമ്മൾ കരയണം, അല്ലേ? എപ്പോഴും കരയുക എന്നുള്ളതല്ല, നമ്മൾ ഹീലിങ്ങിൻ്റെ ഒരു സ്റ്റേജാണ് കരയുന്നത് പോലും. അപ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും. ഹീല് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അത് ഡിസപ്പിയർ ആവുന്നില്ല, അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇല്ലാതെ ആവുന്നില്ല, അതവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ്സായിട്ടും ആങ്സൈറ്റി ആയിട്ടും ദേഷ്യമായിട്ടും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നം സ്റ്റേജിലേക്ക് ഒന്നും ആരോടും മിണ്ടുകയല്ലാത്ത ഒരു പരുവത്തിലേക്കൊക്കെ നിങ്ങൾ മാറുന്നത് നിങ്ങൾ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നല്ല ഇമോഷൻസിനെ നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യാം, മോശം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതാണ്. എങ്ങനെയുള്ളവരാണത് ഹീല് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് ആളുകൾക്ക് അവരവർ തന്നെ ഭയങ്കര സ്ട്രേഞ്ചേഴ്സാണ്. നിങ്ങൾ ഒട്ടും തന്നെ സംസാരിക്കാത്തത് നിങ്ങളോടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒട്ടും തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല, അല്ലേ? നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു സ്ട്രേഞ്ചർ ആയിരിക്കും. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ശരിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയുള്ള സന്തോഷങ്ങളാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം, എങ്ങനെയുള്ള ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം, എങ്ങനെയുള്ള നിങ്ങളെയാണ് ഇഷ്ടം, ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും ഒഴിവാക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ. സോ നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും ഒഴിവാക്കുകയും എന്നാൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാനൊരു വ്യഗ്രത കൂട്ടുകയും ചെയ്യും. അതായത് നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും നിങ്ങളത് വലിയ പ്രശ്നമായിട്ട് മനസ്സിൽ കാണും. നിങ്ങളെ ആ ഒരു മുറിവുണങ്ങാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ആ തെറ്റ് ചെയ്തു 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 നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത ഫൈനാൻഷ്യൽ ഡിസിഷൻ, അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സഫർ ചെയ്യുന്നത്, നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. മേ ബി നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമാവുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യം തിരുത്താനുള്ള അവസരം കിട്ടും. ആ ഒരു അവസരം ഉപയോഗിക്കണമെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഹീൽ ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ എവിടെയെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള വിശ്വാസം വേണം. അല്ലാതെ ആ ഒരു പൈസ നിങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് സ്ഥിരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അതായത് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങളെ സ്വയം അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളെ ഓരോ ദിവസവും മെൻ്റലി ഡൗൺ ആക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്തൊക്കെ ഇതിൽ നിങ്ങളോട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ആറാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് എപ്പോഴും നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യണം. കാരണം പലപ്പോഴും പല തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് റിയാലിറ്റി മനസ്സിലാവുന്നത്. അതിനുശേഷം നമുക്കൊരു തിരിച്ചുവരവിന് സമയമുണ്ട്. പക്ഷേ ആ തിരിച്ചുവരവ് നിങ്ങളെ അനുവദിക്കാത്തത് നിങ്ങളുടെ ഈ സ്വയം കുറ്റപ്പെടുത്തലാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള തെറ്റായ തീരുമാനം എടുത്തിരിക്കാം, നിങ്ങളുടെ കരിയർ തെറ്റായി തിരഞ്ഞെടുത്തിരിക്കാം. അത് തെറ്റായി പോയി, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പഠിച്ചു, ഒരു പാഠം നിങ്ങൾക്കതിൽ നിന്ന് കിട്ടി. അത് വെറുതെ അല്ല, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യണം. അപ്പോഴായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ഹീലിംഗ് ജേർണി പൂർത്തിയാവുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല.
ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താനുണ്ടാവും ഈ ഹീലിങ്ങിന് വേണ്ടിയിട്ട്. വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള മോശം പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല പല വേദനകൾ ഒക്കെ ഇതിൻ്റെ പാർട്ടായിരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം. അല്ലേ? അപ്പോൾ ഇത് 1 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എടുത്തു മാറ്റാവുന്ന കാര്യമല്ല. കാരണം നിങ്ങളിത് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായി നിങ്ങൾ ഓരോരോ കല്ലുകളായി കല്ലുകളായിട്ട് ഇങ്ങനെ മനസ്സിൽ കൂട്ടി 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 വെച്ച് വലിയ ഒരു കൊട്ടാരമായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് തകർത്ത് കളയാനോ സാധിക്കില്ല. അങ്ങനെ തകർത്താൽ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ അവസാനിക്കും. അല്ലേ? ആ അവശിഷ്ടങ്ങളെ കൂടി നമുക്ക് പെറുക്കി കളയാൻ കുറേ ദിവസങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഒരു ഹീലിംഗ് ജേർണി എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഒരു നീണ്ട യാത്രയാണ്. നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്കിട്ടിട്ട് ഓടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ഇൻവോൾവ്മെൻറ്റോടു കൂടി, നിങ്ങളോട് സത്യസന്ധതയോടുകൂടി നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴാണ് ഹീലിംഗ് പൂർത്തിയാവുന്നത്. അടുത്ത വീഡിയോയിൽ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ ഹീൽ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.